ജില്ലയിലെ ജനങ്ങൾ ഭയന്ന് ജീവിക്കുകയാണ്. ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അതൊരു പ്രത്യേക രാജ്യമായി പ്രവർത്തിക്കുകയാണ് എന്നൊക്കെ പറയുന്നതിനെ പിന്തുണയ്ക്കേണ്ട വല്ല കാര്യമുണ്ട്? നിങ്ങൾക്ക് തന്നെ സംഘടനാ സംവിധാനങ്ങളും മറ്റും ഒക്കെ ഉള്ള ഒരു സ്ഥലമല്ലേ? എന്തിനാണ് പിന്നെ ഈ താങ്കൾ പറഞ്ഞ OBC സംവരണവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഇതേ SNDP മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളുമായി സഹകരിച്ച് സംവരണ സംരക്ഷണത്തിന് വേണ്ടി ഒരുമിച്ച് പോരാടിയ ചരിത്രം ഒരു 1.5 പതിറ്റാണ്ട് മുമ്പുണ്ടായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി മുമ്പുണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ അവിടെ ഉള്ള കാര്യമാണ്. എന്തിനാണ് ഒരു ജില്ലയെ അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തെ ഒരു തരത്തിൽ ഡിമോണൈസ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഭാര്യ വീട് മലപ്പുറത്താണ്. ഞാൻ നിരന്തരം ബന്ധപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ മലപ്പുറത്തെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഇവിടെയൊക്കെ പറയാറുണ്ട്. നമ്മൾ കോഴിക്കോട് നിന്ന് കാറിന് വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പോലും നിർത്തുന്നത് തൃശ്ശൂർ ജില്ലയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. കാരണം മലപ്പുറത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ അവിടെ പൈസ കൊടുക്കാൻ, നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് പൈസ കൊടുക്കാൻ ഒരു 10 പേരുണ്ടാവും. അത്രയും സ്നേഹത്തോടെ അങ്ങേയറ്റം സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ജനങ്ങളുള്ള ഒരു സ്ഥലത്തെ വെറുതെ ഒരാവശ്യവുമില്ലാതെ കരിവാരിത്തേക്കേണ്ട വല്ല കാര്യമുണ്ട്? ഇതുകൊണ്ടൊക്കെ എന്ത് രാഷ്ട്രീയ നേട്ടം കിട്ടുമെന്നാണ്? അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളല്ലേ, അല്ലാതെ മലപ്പുറത്ത് പോകാത്ത ആളുകളൊക്കെ ഒരുപാട് പേരുണ്ടാവോ ഈ നാട്ടിൽ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ മലപ്പുറത്തെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ OBC സംവരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വലിയ സൗഹൃദമാണ്, സ്നേഹമാണ്, മതേതരത്വമാണ്. ഞാൻ മതേതരത്വ വിരുദ്ധമായിട്ടോ സ്നേഹവിരുദ്ധമായിട്ടോ സൗഹൃദത്തിന് വിരുദ്ധമായിട്ടോ ഒന്നുമല്ല. ഞാൻ ഫാക്റ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ഫാക്റ്റ് വേലായുധൻ പണിക്കശ്ശേരി എഴുതിയ പുസ്തകം നൗഷദ് വേണമെന്ന് വായിച്ച് നോക്കിക്കോളൂ. അതിനകത്ത് മാപ്പിള എന്ന വാക്കിൻ്റെ അർത്ഥം മുഴുവൻ മുസ്ലിങ്ങളെയും ഉൾക്കൊള്ളുന്നില്ല. മാപ്പിള എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. ആ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് വേലായുധൻ പണിക്കശ്ശേരി എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് തർക്കിക്കാനൊന്നുമില്ല. ആ പുസ്തകം നിങ്ങൾ വായിച്ചാൽ മതി. പക്ഷേ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടി നിൽക്കുന്ന ആളുകളെയാണ് മാപ്പിള എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ മാപ്പിള എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇനി ആ മാപ്പിള എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും താഴെ നിൽക്കുന്ന പിന്നോക്ക വിഭാഗക്കാരാണ്. നിങ്ങളത് മാറ്റി, ആ മണ്ഡൽ കമ്മീഷൻ കാഴ്ചപ്പാട് മാറ്റി നിങ്ങളതിനെ മുഴുവൻ മുസ്ലിം സമൂഹത്തിന് കൊടുത്തു. വാസ്തവത്തിൽ മാപ്പിള എന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തിലെ പിന്നോക്കക്കാരെയാണ് നിങ്ങൾ വഞ്ചിച്ചത്, ഇടതുപക്ഷവും വലതുപക്ഷവും. അത് ഞാൻ പറയുമ്പോൾ മാപ്പിള എന്നുള്ള വാക്ക് പറഞ്ഞ് അതിൻ്റെ മുകളിൽ നിങ്ങൾ പോയിട്ട് കാര്യമില്ല. വളരെ കൃത്യമാണ്. മുസ്ലിം സമൂഹത്തിലെ പിന്നോക്കക്കാരെ വഞ്ചിക്കുകയാണ് ചെയ്തത്. കാരണം ഒരു സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് കൊടുത്ത സംവരണമാണ് ജാതി സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ OBC. ആ OBCയിൽ ഇന്ന് 12% മതാടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. ഈ മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി. ആ മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുത്തതുകൊണ്ട് ഒരു നമ്പൂതിരി മതം മാറിയാൽ ആ നമ്പൂതിരിക്ക് സ്വാഭാവികമായിട്ടും സംവരണം കിട്ടുന്ന അവസ്ഥയിലേക്ക് വന്നു. പിന്നോക്കക്കാരൻ്റെ സംവരണമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അതാണ് നമ്പർ 1. അതിനെ നിങ്ങൾ എതിർക്കും, സ്വാഭാവികമാണ്. ഗോപാലകൃഷ്ണൻ പറയുന്നതിനെ എതിർക്കും. രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പം നേരത്തെ CPMൻ്റെ പ്രതിനിധി മിസ്റ്റർ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ കോളേജുകൾ, ഏറ്റവും കൂടുതൽ സ്കൂളുകൾ. എൻ്റെ കുഞ്ഞിക്കണ്ണ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്നതാണ് തെറ്റ്. SNDPക്ക് കേരളത്തിൽ എവിടെയാണ് മെഡിക്കൽ കോളേജ് ഉള്ളത്? NSSന് കേരളത്തിൽ എവിടെയാണ് ഒരു മെഡിക്കൽ കോളേജ് ഉള്ളത്? ഒന്ന് പറഞ്ഞു തരുമോ? എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ കറക്റ്റ് ചെയ്യാം. നിങ്ങൾക്കായിരിക്കും എന്നേക്കാൾ കൂടുതൽ വിവരം. SNDPക്കും NSSനും കേരളത്തിൽ SN ട്രസ്റ്റിന്റെ പേരിലോ NSSന്റെ പേരിലോ ഒരു മെഡിക്കൽ കോളേജ് ഇല്ല. അതേ സമയത്ത് മെഡിക്കൽ കോളേജ് തുടങ്ങാത്തതിന്റെയും കൂടി പാപഭാരം മുസ്ലിങ്ങൾ പേരണോ? അവർക്ക് തുടങ്ങിക്കൂടായിരുന്നു? ആരെങ്കിലും തുടങ്ങണ്ടെന്ന് പറഞ്ഞോ? അല്ല, അത് നിങ്ങൾ ചോദിച്ചത് വളരെ കറക്റ്റായിട്ടുള്ള ചോദ്യമാണ്. ഞാൻ തീർച്ചയായിട്ടും ആ ചോദ്യത്തെ അംഗീകരിക്കുന്നു. നിങ്ങൾ സംസാരിക്കല്ല സ്റ്റാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കേരളം ഭരിച്ചത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. എല്ലാ കാലഘട്ടത്തിലും വിദ്യാഭ്യാസ മന്ത്രിയാവുന്നത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് 147 എഞ്ചിനീയറിംഗ്, ഫാർമസി, ദന്തൽ കോളേജുകൾ കേരളത്തിലുള്ളപ്പോൾ 20 ദന്തൽ മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ മുസ്ലിം സാശ്രയ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളപ്പോൾ ന്യൂനപക്ഷ അധികാരത്തിൻ്റെ പേരിൽ 50% ആ സമുദായത്തിന് മാത്രം കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് NSSനും SNDPക്കും ഒരെണ്ണം കിട്ടുന്നില്ല എന്നുള്ളതിന് എന്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ കേരളം ഭരിക്കുന്നവർ കൊടുക്കണം. അത് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ അവരോട് സ്വാഭാവികമായും ഈ അവർ ചോദിച്ചിരുന്നോ? ഇപ്പോ നോക്കൂ, ഇവിടെ കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജ് CSI സഭ ഇവിടെ തിരുവനന്തപുരത്ത് കാരക്കോണത്ത് കോളേജ് തുടങ്ങി, പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, ഓരോരോ വിവിധ സഭാ വിഭാഗങ്ങൾ തുടങ്ങി.
NSSO SNDPO മെഡിക്കൽ കോളേജ് തുടങ്ങാൻ അവർ തീരുമാനമെടുത്ത് അവർ അപേക്ഷിക്കണ്ടേ സാർ? ഇതിപ്പോ ആർക്കെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? അവർ തീരുമാനിക്കണ്ടേ അത്? നല്ല ചോദ്യമാണ്. പക്ഷേ ഉണ്ടല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി അതെങ്ങനെയാണ്? ഞാൻ ഇവരാരും പറഞ്ഞല്ലോ. അപ്പൊ നൗഷദ് അലി മിണ്ടാതിരിക്കേ, നൗഷദ് അലി മിണ്ടാതിരിക്കൂ. ഞാൻ പറഞ്ഞു വരട്ടെ. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. AK ആന്റണി വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത സമ്മർദ്ദ ഗ്രൂപ്പ് ഉണ്ടാക്കി അവകാശങ്ങൾ ഏറെ പറ്റിയിട്ടുണ്ട്. കോളേജും ധാരാളം സ്ഥാപനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ AK ആന്റണി പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ കേരളത്തിലെ ഇന്നു വരെ നിലനിന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ഈ കേരളത്തിലെ ഈഴവ വിഭാഗത്തെ അവഗണിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മലപ്പുറം എന്ന് അദ്ദേഹം പറയുന്നു. അതാണ് പറയുന്നത്. അവിടെ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണം. അതെ, അതാണ് വളരെ എനിക്ക് അങ്ങയോട് പറയാനുള്ളത്. അതാണ് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണം. അപ്പൊ ആ വസ്തുത ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ ഗ്രൂപ്പ് ഈഴവ വിഭാഗമാണ്. 27% ഉണ്ട്. അപ്പൊ ആ ഈഴവ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയ്ക്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദ ശക്തിയും കേരളത്തിലെ ഒരു മുന്നണിയിലും ഇല്ല എന്നാണോ? അങ്ങനെയല്ല. എല്ലാ സമുദായ സംഘടനകൾക്കും അവരുടേതായിട്ടുള്ള ഈ തരത്തിലുള്ള സമ്മർദ്ദ ശക്തികൾ ഉണ്ട്. ഒന്നാമത്തെ വിഷയം. 2, മെഡിക്കൽ കോളേജും ഡെന്റൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ തുടങ്ങണമെങ്കിൽ അതാത് വിഭാഗങ്ങൾ അതാത് മാനേജ്മെന്റുകൾ തീരുമാനിച്ച് അത് സംബന്ധിച്ച് അപേക്ഷിക്കണ്ടേ? അതിന്റെ നടപടിക്രമങ്ങൾ നീക്കണ്ടേ? അങ്ങനെ കോളേജ് തുടങ്ങാൻ NSSും SNDPയും തീരുമാനിക്കാത്തതിന് ആർക്കാണ് പഴി? ഏത് സർക്കാരാണ് ആരെങ്കിലും ഏതെങ്കിലും ഒരു സമുദായ സംഘടനയെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തോ? അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടോ? അതിനുള്ള ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് എങ്കിലും അങ്ങേക്ക് കാണിക്കാമോ? പോട്ടെ, മലപ്പുറത്ത് ഇന്ന സ്ഥലത്ത് എയ്ഡഡ് കോളേജ് വേണം അല്ലെങ്കിൽ സ്വാശ്രയ കോളേജ് വേണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചിട്ട് അപേക്ഷ നിരസിക്കപ്പെട്ട സംഭവം ഏതാണ്? ഞാൻ ആദ്യം മുതലേ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചോദ്യങ്ങളാണ്. അങ്ങല്ലേ പറഞ്ഞത് വസ്തുത വെച്ച് ചർച്ച ചെയ്യണം. അങ്ങ് ഇതിന്റെയൊക്കെ വസ്തുത പറയൂ. ഈ വസ്തുത പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, മൈക്കുമായിട്ട് നേരെ നിങ്ങൾ വെള്ളാപ്പള്ളി നടേശനോട് പറഞ്ഞത് പിന്നോക്ക വിഭാഗത്തിന് നിങ്ങളെ ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഒരു മിനിറ്റ് ഞാൻ അദ്ദേഹം പറഞ്ഞതിനെയാണ് ഞാൻ പറയുന്നത്. ഒരു കോളേജിന്റെ കാര്യത്തിൽ, ഒരു സ്കൂളിന്റെ കാര്യത്തിൽ, ഒരു സ്ഥാപനത്തിന്റെ കാര്യത്തിൽ മലപ്പുറം അടക്കമുള്ള സ്ഥലങ്ങളിൽ പിന്നോക്കക്കാർ നേരിടുന്ന പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ശ്മശാനത്തിന്റെ കാര്യം പറഞ്ഞത്. ശ്മശാനത്തിന്റെ കാര്യം എനിക്ക് നേരിട്ടറിയാം. പഞ്ചായത്തുകളിൽ പോയി ഞാൻ സമരം നടത്തിയ ആളാണെന്ന്. നിങ്ങൾ അറിയാത്ത കാര്യം പറയല്ലേ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഈ നാട്ടിലെ മതേതരത്വം അങ്ങനെ തകരുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മതാടിസ്ഥാനത്തിലുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ എന്ന്. മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുന്നത് ഞാൻ ഉയർത്തുന്നത് അതുകൊണ്ടാണ്. ഒന്നും മിണ്ടാണിക്ക മിസ്റ്റർ, ഒരു മിനിറ്റ് ഞാൻ പറയാം. ഞാൻ ഇതൊക്കെ പറയാന്ന്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ 3-4 സമരങ്ങളായി ഞങ്ങൾ നടത്തുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ മലപ്പുറത്ത് ജലീലടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ നിർദ്ദേശിക്കപ്പെട്ട ഒരു പാലമുണ്ട്. ആ പാലം പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിലൂടെ പോകുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ മുകളിലൂടെ പാലം പോകുമ്പോൾ ക്ഷേത്രം തകരും. അതുകൊണ്ടത് മാറ്റണമെന്ന് കേണപേക്ഷിച്ചിട്ടും പറ്റാതെ വന്നപ്പോൾ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മെട്രോ ശ്രീധരൻ ഹൈക്കോടതി പോകേണ്ടി വന്നു. എന്നിട്ട് ഹൈക്കോടതിയാണ് അത് വേണ്ടാന്ന് വെച്ചത്. ഇടതുപക്ഷവും വലതുപക്ഷവും ആ ബ്രിഡ്ജ് അമ്പലം തകർന്നാലും ബ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞതാണ്. അമ്പലത്തിന്റെ മുകളിലൂടെ നിങ്ങളൊരു കാര്യം നിങ്ങൾക്കല്ലേ പറയുമ്പോഴും ഞാൻ ഒന്നും മിണ്ടാതിരിക്കും മിസ്റ്റർ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം
ഈ മെട്രോ ശ്രീധരൻ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് നേടി വന്ന കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, കുറച്ച് നേരമായി ഈ നൗഷദ് അലി ശ്രീധരൻ സാർ ഇപ്പോൾ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെയാണല്ലോ അല്ലേ? കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പാണ് ഉത്തരവാദി. അതെ അതെ, നിങ്ങളൊരു കാര്യം അല്ല, അതിന്റെ റെസ്പോണ്ടന്റ് ആരായിരുന്നു ആ കേസിന്റെ? ആ കേസിന്റെ റെസ്പോണ്ടന്റ് ആരായിരുന്നു? ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം അല്ല, ആ കേസിന്റെ റെസ്പോണ്ടന്റ് ആരായിരുന്നു? അഭിലാഷ് അത് ചോദിക്കണം. ആ കേസിന്റെ റെസ്പോണ്ടന്റ് ആരായിരുന്നു? ആ റെസ്പോണ്ടന്റ് ആരാന്നുള്ളത് ഞാൻ തരാം. നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ, ഞാൻ തരാം. അതിനു മുമ്പ് അത് കേരള സർക്കാരാണെന്ന് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് തരാം സാർ. ഒന്ന് കേരള ഹൈക്കോടതിയിൽ മെട്രോ ശ്രീധരൻ പോയിട്ട് മേടിച്ച ആ പഞ്ചായത്തും പറയാം, മെട്രോ ശ്രീധരന്റെ കാര്യവും പറയാം. നിങ്ങളൊന്ന് സമാധാനപ്പെട്ട് നിൽക്കുക. അതിനു മുമ്പ് എനിക്ക് നിതിൻ ഗഡ്കരിയും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പല്ലേ കുറ്റക്കാർ? അല്ല, എന്തായാലും ശ്രീധരൻ സാറ് അദ്ദേഹം ഡൽഹി മെട്രോയുടെ പിതാവാണ്. അദ്ദേഹം ഡൽഹിയിലും പിന്നെ മത്സരിക്കാൻ പോയ പാലക്കാട്ടൊന്നും താമസിക്കാതെ ഇപ്പോഴും പൊന്നാനി തന്നെയാണല്ലോ താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മലപ്പുറം എന്താണ് എന്നൊക്കെ ഉള്ള ഒരു സാമാന്യ ധാരണ ആളുകൾക്ക് ഉപകരിക്കുമായിരിക്കും. ശരി ശരി, ഇത് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ.